ലോകത്തിലെ ഏറ്റവും വലുതായിട്ടിരുന്ന ക്രൂയുടെ ഷിപ്പായിരുന്നു ടൈറ്റാനിക്. എല്ലാവർക്കും അറിയാം. ആ ഒരു ഷിപ്പ് തകർന്നു പോയതും അതിനകത്ത് ആരൊക്കെ യാത്ര ചെയ്തു എന്നുള്ളതും അതിൻ്റെ ഏറ്റവും വലിയൊരു മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. ടൈറ്റാനിക്കിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ ട്രാൻസ്ലേറ്റർ സെക്കൻഡ് ഓഫീസറായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും വയസ്സ് ഉൾപ്പെടെ 22, 38 ഈ മരിച്ച ആളുകളുടെ ഇതിൽ യാത്ര ചെയ്ത ആളുകളുടെയും ഫോട്ടോസാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എഡ്വേർഡ് ജോൺ സ്മിത്ത് ക്യാപ്റ്റൻ ആയിരുന്നു. ആ 897 ക്രൂസ് മെമ്പേഴ്സും ഇതിലുണ്ടായിരുന്നു. അന്ന് ഇതിൽ ജോലി ചെയ്ത ആളുകളുടെയും ക്യാപ്റ്റൻസിൻ്റെയും ഒക്കെ ഫോട്ടോയും അവരുടെ ഏജും പേരുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഷിപ്പിൻ്റെ തന്നെ ഔട്ടർ ലൈൻസും അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ പാർട്സ് എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഹോട്ടൽസും ഫസ്റ്റ് ക്ലാസ് റൂമുകളും സെക്കൻഡ് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ അതിനകത്തെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റുകൾ, തേർഡ് ക്ലാസ് ഡൈനിങ് റൂം, സലൂൺസ്. We all know exactly what to do, how to do, when to do, wherever everybody knows. ഓരോ ഫ്ലോറുകളിലും ഓരോ ലെയറുകളായിട്ട് എന്തൊക്കെ ആ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ഷിപ്പിൻ്റെ രൂപം തന്നെ കണ്ടില്ലേ ഇവിടെ വരച്ച് രേഖപ്പെടുത്തിയിട്ട് നമുക്ക് ഈ മ്യൂസിയത്തിൽ വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നതാണ്. അതിൽ യാത്ര ചെയ്യാനായിട്ട് പോയ ആളുകളുടെ അന്നത്തെ ഫോട്ടോസും ിനകത്ത് ഇവർ അന്ന് കൊണ്ടുപോയ സാധനങ്ങളായിരുന്നു 50 ബോക്സസ് ഓഫ് ഗ്രേപ്പ് ഫ്രൂട്ട്, അതുപോലെ തന്നെ 3600-ലധികം ഓറഞ്ച്, പിന്നെ 40,000-ലധികം മുട്ട, എഗ്സ്, അതുപോലെ ടിക്കറ്റ് ഫോർ സെക്കൻഡ് ക്ലാസ് ഡൈനിങ്, 75 കേസസ് ഓഫ് ആൻചോവീസ്, അതേപോലെ തന്നെ പന്നിയിറച്ചി, 5,900 ടൺസ് ഓഫ് കോൾസ്, ആസ്പരേജസ് പെയർ വിത്ത് സാഫ്രോൺ ഡ്രസ്സിങ്സ്, പ്ലേറ്റിംഗ്, 5 cars of instruments, ടേബിൾ മാനേഴ്സ്. നമ്മൾക്ക് ഓരോന്നും തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഷിപ്പിൽ ഇങ്ങനെയായിരുന്നു ടേബിൾസ് സെറ്റ് ചെയ്തിരുന്നത്. വൈറ്റ് സ്റ്റാർ സർവീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് പാറ്റേൺ പ്ലേറ്റ്സ് ആണിത്. ഇത് ഷിപ്പിൽ ഉപയോഗിച്ചിരുന്നതായിരുന്നു. അതുപോലെ തന്നെ ടീ ടൈമിൽ വന്ന് ഉപയോഗിച്ചിരുന്ന കപ്പും സോസേസുമാണ് ഇത് ടൈറ്റാനിക്കിൻ്റെ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. $25,000 ടവൽസ്, 411 കേസസ് ഓഫ് ഷെൽഡ് വാൾനട്ട്സ്, റൂം ഫോർ നൈറ്റ്. അതിനകത്ത് റൂമിൻ്റെ താക്കോലുകളും അതൊക്കെ ഫോട്ടോസ് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് സ്റ്റാർ ലൈൻ ഹൗസ് ഫ്ലാഗ്, അവരുടെ ഫ്ലാഗായിരുന്നു ഇത്. ഇത് അവർ എഴുതിയ ലെറ്ററുകളും അവരുടെ മ്യൂസിക്കിൻ്റെ ഇത്രയും മ്യൂസിഷ്യൻസ് ആയിരുന്നു ആ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന ഹീറോയിക് മ്യൂസിഷ്യൻസ് ഓഫ് ദ ടൈറ്റാനിക്. 1912 ഏപ്രിൽ 15 ഇവർ ഫോട്ടോ എടുത്തത്. അപ്പോൾ അവരുപയോഗിച്ചിരുന്ന അവരുടെ സാധനങ്ങളൊക്കെ ഇത് അതിനകത്ത് വെച്ചിട്ട് വൈഫിന് എഴുതിയ ലെറ്ററാണിത്. ഇതെന്തോ
സെക്കൻഡ് ക്ലാസ് ക്യാബിനിലെ ബെഡ്റൂംസ് ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. വാൾട്ടർ ഫ്രാൻസിസ് ഫ്രെഡറിക് കോൾ ട്രിമ്മറായിരുന്നു. ഹീറ്റിന് വേണ്ടിയിട്ട് കൽക്കരി, ലോ പ്രഷർ, ഫയർ ദം, ഇതിൻ്റെ ബോയിലർ റൂം ഇങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. 6 ബോയിലേഴ്സ് റൂമായിരുന്നു ഈ ഒരു ഷിപ്പിനുണ്ടായിരുന്നത്. 35 ടെൻസ് ബേണിംഗ് ഐറ്റംസ് ഇതിൽ സൂക്ഷിച്ചിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ 1500ഓളം ആളുകൾ അധികം സഞ്ചരിച്ചിരുന്ന ആളുകൾ സഞ്ചരിച്ച ടൈറ്റാനിക് 11:30ക്കാണ് മൂവാനോട് കഴിഞ്ഞത്. 12 മണിയായപ്പോഴത്തേക്കും അതുപോലെ തന്നെ 12:45, 1:15 ആയപ്പോഴത്തേക്കും ദ ഷിപ്പ് ടൈറ്റ്സ് ടീപ്പ് ടുവേഴ്സ് ദ ബോസ്. 1:30 പാസഞ്ചറും ക്രൂസും ഒക്കെ പാനിക്കായി. Some tried to jump over the ship. 2:18 അതുപോലെ തന്നെ 2:20 ആയപ്പോഴത്തേക്കും ഷിപ്പ് പീപ്പിൾസ് ആർ ലെഫ്റ്റ് ഫ്ലോട്ടിംഗ് ദ ഐസ് വാട്ടർ. ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ അവരുടെ അന്നത്തെ ഭീതിയോടുള്ള ആ ഒരു കാഴ്ചകളും ആ കാര്യങ്ങളും പറയുന്നതാണ് നമ്മൾക്ക് ഇവിടെ ഈ സ്ക്രീനിൽ അവരുടെ ഓൺ വോയിസ് കൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. About the water, and finally the ghastly noise of the people thrashing about and screaming and drowning that final scene. അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. അന്ന് ഈ ടൈറ്റാനിക്കിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആളുകൾ ഓരോ ന്യൂസുകാർക്ക് കൊടുത്ത അവരുടെ വാർത്തകളാണ് നമ്മൾക്കിവിടെ ബട്ടണമർത്ത് നമ്മൾ കേൾക്കാനായിട്ട് പറ്റും. സൗത്താംപ്ടണിൻ്റെ ടൗണിനെ കുറിച്ചും ഇതിൻ്റെ ഹിസ്റ്ററി ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹാ അത്ഭുതമായിരുന്ന ഏറ്റവും വലിയ ക്രൂയിസ് ഷിപ്പായ ടൈറ്റാനിക്കിൻ്റെ വിവരണങ്ങളൊക്കെ അടങ്ങിയ മ്യൂസിയം സന്ദർശിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.